ടി.എസ്. ഹരികൃഷ്ണൻ ഈ ചടങ്ങ് നാളെ നടക്കാൻ പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ഹരി, എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായോ? മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ട് എത്തി വിലയിരുത്തൽ നടത്തി. ഒരുക്കങ്ങൾ സംബന്ധിച്ചൊക്കെ നാളെ ഒരുപാട് പേർ വളരെ പ്രതീക്ഷയോടുകൂടി ആയിരക്കണക്കിന് പ്രവർത്തകർ എത്തുന്നു. VVIP ഉൾപ്പെടെ നിരവധി പേർ വരുന്ന പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. പ്രോട്ടോകോൾ പ്രകാരം ഒരു വീഴ്ചയും സംഭവിക്കാതെ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും വേണം. മുഖ്യമന്ത്രി എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു അവിടെ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടത്? ആരൊക്കെ ഉദ്യോഗസ്ഥർ, പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? പ്രവർത്തകരുണ്ടായിരുന്നു, നിയുക്ത മന്ത്രിമാരുണ്ടായിരുന്നു, ഒപ്പം തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, DGP ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് കാണിക്കാം. ഒരു വലിയൊരു സ്റ്റേഡിയം, അതായത് 10 വർഷത്തിന് ശേഷം ഒരു UDF മന്ത്രിസഭ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ ആഘോഷമാക്കി കൊണ്ടാടാനാണ്, ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് വലിയ ആഘോഷമാക്കി കൊണ്ടാടാനാണ് മുന്നണി ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തകൃതിയായി നടക്കുകയാണ്. നമ്മൾ രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് പട്ടിക ഒരുങ്ങുന്നതിനെ പറ്റിയാണ്. അപ്പോൾ പട്ടിക ഒരുങ്ങിക്കഴിഞ്ഞു, മന്ത്രിമാരും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്, അതിനു വേണ്ടിയിട്ടുള്ള വേദിയാണ് ഒരുങ്ങുന്നത്. വേദിയിൽ അവസാന നിമിഷ പണികളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ LED വാളുകളും മറ്റുമൊക്കെ ഇതിനോടൊപ്പം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരു 12,000 പേർക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇരിക്കുക, അതിൽ മുൻനിരയിൽ കുറച്ച് VVIP സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്യും, അതായിരിക്കും മുൻനിരയിൽ ഇരിക്കുക. ബാക്കി പാസ് നൽകിയിട്ടുണ്ട്. ആ പാസ് ഉള്ളവർക്കാണ് ഈ വേദിയിൽ ആദ്യം പ്രവേശനം ഉള്ളത്. പാസ് ഉള്ളവർക്കായിരിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേദിക്ക് പുറത്ത് തന്നെ കുറച്ച് അധികം സ്ഥലമുണ്ട് എന്നുള്ളതാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത. അതായത് മഴ ആയതുകൊണ്ട് തന്നെ ഈ പ്രധാന വേദിക്ക് തൊട്ടടുത്തൊരു പന്തൽ കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിന് ചുറ്റും പടിക്കെട്ടുകളുണ്ട്. അതായത് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇരുന്ന് കാണാൻ പാകത്തിനുള്ള പടിക്കെട്ടുകളുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യദിനത്തിനൊക്കെ പരേഡ് നടക്കുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി പന്തലുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വന്നിരിക്കുന്നവർക്കൊക്കെ മഴ കൊള്ളാതെ അവിടെ ഇരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാം. ആ ഭാഗത്തിരുന്നാൽ പ്രധാന വേദിയിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ആ ഭാഗത്തൊക്കെ LED വാൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഇവിടെ എത്തുന്നവർക്ക് അത് കാണാൻ കഴിയും. അങ്ങനെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ, വലിയ വിപുലമായ ആഘോഷം, പകിട്ടുകൂട്ടി മോടിയോടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് മുന്നണി ലക്ഷ്യമിടുന്നത്. ഹരികൃഷ്ണ, നേരത്തെ രാജ്ഭവനിൽ നിന്നും ചില നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വെല്ലുവിളി, ഒരുപക്ഷെ പോലീസിന് മുൻപിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്നത് വിജയി വരികയാണെങ്കിൽ ആരാധകരുടെ തള്ളലുണ്ടാകും, തള്ളിക്കയറ്റമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പന്തലാണിപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതനുസരിച്ചുള്ള നിയന്ത്രണങ്ങളോ ക്രമീകരണങ്ങളോ സുരക്ഷയുടെ ഭാഗമായി ഒരുക്കുകയും വേണം. അതേസമയം നേരത്തെ ഹരികൃഷ്ണ പറഞ്ഞ പോലെ 10 വർഷം മാറി നിന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ ചടങ്ങ് പരമാവധി കൊഴുപ്പിക്കുക, പരമാവധി അത് ആഘോഷമാക്കുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഹരികൃഷ്ണൻ. അതെ പ്രജീഷ്, അതുപോലെ തന്നെ, അതായത് പ്രജീഷ് പറഞ്ഞല്ലോ ഈ വിജയ് വരുന്നതിനെ പറ്റി. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടുത്തെ സുരക്ഷാ സംവിധാനവും മറ്റുമൊക്കെ ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് കണ്ടറിയേണ്ട ഒന്നായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക എന്തായാലും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇല്ല. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇവിടെ ഈ വേദിക്കകത്ത്, മീൻസ് ഈ സ്റ്റേജിനകത്തേക്ക് ആളുകൾക്ക് ഈ പാസ്സുള്ളവരെ ആദ്യം പ്രവേശിപ്പിക്കും. അതിനുശേഷമാണ് പബ്ലിക്കിന് പ്രവേശനമുള്ളത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 1 ലക്ഷം പേർക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ കഴിയും എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകുന്നത്.